ഹലോ, വെൽക്കം ടു സഹ്റാഷ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു മേക്കപ്പ് ട്യൂട്ടോറിയലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മേക്കപ്പ് ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇന്നും അത് തന്നെ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഇത് ഫെബി എൻ്റെ നെയ്ബറാണ്. കാണുന്ന പോലെ എല്ലാ ആൾ ചെറിയ കുട്ടിയാണ്. കല്യാണമാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു ന്യൂട്രിഡേമിന് മോയ്സ്ചറൈസർ വെച്ചിട്ട് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. ബിഫോർ നമ്മൾ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യണം കേട്ടോ. ഡേർട്ടൊന്നും ഇല്ലാത്ത ഫേസിൽ വേണം നമ്മൾ എന്തായാലും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം കേട്ടോ. ഇവിടെ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പാലറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ 4 ഷെയ്ഡ്സ് ആണ് വരുന്നത്. എന്നും നമ്മൾ ഐബ്രോസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് മിഡ് ഓഫ് ദ ഐബ്രോസ് ടു എൻഡിലേക്കാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം എക്സസ് ആയിട്ട് എന്താണോ നമ്മളുടെ ബ്രഷിലുള്ളത് അതുകൊണ്ട് മാത്രമേ ഈ ഒരു ഫ്രണ്ട് പോർഷൻ കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ഇതിനൊരു ഭംഗി വരുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐബ്രോസ് ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും എക്സസ് ആയിട്ട് ഈ ത്രെഡ് ചെയ്യാത്ത ഐബ്രോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനൊരു ഹൈലൈറ്റിങ് അല്ലെങ്കിൽ ഒരു പോപ്പപ്പ് ഒരു ക്ലിയർ ഫീലിംഗ് കിട്ടുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ എന്താ പറയുക മേക്കപ്പ് ലുക്ക് ഒന്നും കൂടെ എൻഹാൻസ് ചെയ്ത് നിൽക്കും. ഐബ്രോസ് ഭയങ്കര ഡിഫൈൻഡ് ആയിട്ട് നിന്നാലേ മേക്കപ്പ് ലുക്ക് ഭയങ്കര എൻഹാൻസ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിൻ്റെ ഒരു കൺസീലറാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിന് അടിപൊളി കൺസീലറാണ്. ആ പ്രൈസ് റേഞ്ചിനേക്കാളും അടിപൊളി കൺസീലറാണ് കേട്ടോ ഇത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഐലിഡ്സ് കൂടെ ഫില്ല് ചെയ്ത് കൺസീലർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്യണം. ആ ക്ലിപ്സ് ഇതിൽ വിട്ടുപോയതാണ്. പിന്നെ നമ്മൾ ഇടുന്നത് ഐഷാഡോ ആണ് കേട്ടോ. ഞാൻ റെവല്യൂഷൻ്റെ ഐഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ കാണുന്നുണ്ട്. അതിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നന്നായിട്ട് എല്ലാവിടെയും അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും കറണ്ട് പോയി. അതുകൊണ്ടാണ് ഈ ബ്ലെൻഡ് ചെയ്യുന്നൊന്നും കാണാൻ പറ്റാത്തത്. ഈ ഒരു സ്റ്റിക്കർ എന്താണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇത് മാസ്കിംഗ് ടേപ്പാണ്. നമ്മൾ സാധാരണ ഷോപ്സിലൊക്കെ നമുക്ക് പോയി ചോദിച്ചാൽ കിട്ടും. മെഡിക്കൽ ഷോപ്സിലൊക്കെ പോയി ചോദിച്ചാൽ കിട്ടും കേട്ടോ ഈ ഒരു ടേപ്പ്. പിന്നെ ഗ്ലിറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ഗോൾഡൻ കളർ ഗ്ലിറ്ററാണ് അപ്ലൈ ചെയ്യുന്നത്. ഗ്ലിറ്റർ എന്നും കൈ കൊണ്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അതിൻ്റെ ഒരു കളർ പേ ഓഫ് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു സെയിം പാലറ്റിൽ തന്നെ ഒരു ഡാർക്കർ ഷെയ്ഡ് ഐഷാഡോ എടുത്തിട്ട് ഒരു വിങ്സ് പോലെ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മേലെയാണ് നമ്മൾ ഐലൈനർ യൂസ് ചെയ്യുന്നത്. അതൊരു കൈൻഡ് ഓഫ് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഐലൈനർ ഒന്നും കൂടെ ഒന്ന് സ്മഡ്ജ് ചെയ്ത ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ സ്വിസ് ബ്യൂട്ടിൻ്റെ 2 ലൈൻസ് 2-in-1 ഐലൈനർ ജെല്ല് കേട്ടോ. അതായത് ഒരു ഭാഗത്ത് ഐലൈനർ വരും, അതിന് താഴെ ഒരു പൗഡറായിട്ട് ഒരു ഐഷാഡോ പോലെ ഒരു സംഭവം ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഒരു കേക്ക് കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അതിന് ആ ഒരു ജെല്ല് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നർ കോർണർ ടു ഔട്ടർ കോർണർ വരെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ വിങ്സും ഇത് വെച്ച് തന്നെ നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ളത്. ഇന്നർ കോർണറിൽ ബ്രഷ് തട്ടിയപ്പോൾ ഫെബിക്കൊന്ന് നന്നായിട്ട് കണ്ണീര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ലിക്വിഡ് ലെൻസ് വെച്ചിട്ട് എന്തെങ്കിലും കണ്ണീര് പോലെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നർ കോർണറിൽ ഒരു ബഡ്സ് വെച്ചിട്ട് ഒരു ക്യൂട്ടിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരു വിങ് ആയിട്ട് ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത പരിപാടി നമുക്ക് ലാഷസ് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇവിടെ യൂറോ പാരീസിൻ്റെ 52 എന്ന് പറഞ്ഞ നമ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടിപൊളി ലാഷസ് ആണ്. കാരണം ഒരുപാട് ഭയങ്കര വലുതായിട്ടോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടോ ഒന്നും തോന്നിക്കാറില്ല. എന്നും ലാഷസ് എടുക്കുന്ന സമയത്ത് ഈ സെൻറ്ററിൽ നിന്ന് പുഷ് ചെയ്താലേ ആ ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ഈ എൻഡിൽ നിന്ന് പുഷ് ചെയ്തിട്ട് വന്നാൽ ഇതിനൊരു സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ വെക്കുന്ന സമയത്ത് ഇത് ഊരിപ്പോരാനും ചാൻസ് ഉണ്ട്. അതുപോലെ അതിനൊരു ഭംഗി ഒരു ഫിനിഷിങ് കിട്ടുന്നതല്ല. മിസ് ക്ലെയറിൻ്റെ ഗ്ലൂ വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഗ്ലൂ ആണ്. ഒരു അഫോർഡബിൾ റേറ്റിൽ നല്ലൊരു ഗ്ലൂ ആണ് കേട്ടോ ഇത്. അതിനുശേഷം നമ്മൾ ഫേസിലേക്ക് വരുന്ന സമയത്ത് ആദ്യം അതിൽ എന്തെങ്കിലും എക്സസ് ആയിട്ട് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡസ്റ്റ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എല്ലാം എക്സസൊക്കെ നമ്മൾ ഡസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം പ്രൈമർ യൂസ് ചെയ്തിട്ടുണ്ട്. കളർ ബാറിൻ്റെ പ്രൈമറാണ് കേട്ടോ. ജെൽ കൺസിസ്റ്റൻസിയുള്ള പ്രൈമറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഭയങ്കര ഒരു എന്താ പറയുക കുറച്ചും കൂടെ ഒരു ഹൈലൈറ്റ് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫർസാലിൻ്റെ ഗോൾഡ് ഓയിൽ റോസ് ഗോൾഡ് ഓയിൽ കൂടെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി ഓയിലാണ്. പക്ഷേ എന്താ പറയുക എല്ലാ സ്കിൻ ടോണിനും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. കാരണം അത് ഭയങ്കര ഗ്ലോ പോലെ തോന്നാറുണ്ട്. ഗ്ലോ അല്ല, അതിനൊരു ഓയിൽ ഫീലിംഗ് ആണ്. അതിനുശേഷം നമ്മളൊരു Forever 52ൻ്റെ പാലറ്റ് കൺസീലർ പാലറ്റ് എടുത്തിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആളുടെ ഫേസിൽ കുറച്ച് പിമ്പിൾ മാർക്സും അതുപോലെ റെഡിഷ് ആയിട്ടുള്ള കുറച്ച് പിമ്പിൾസും കാര്യങ്ങളൊക്കെ അവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഫേസ് ആളുടെ ക്ലിയർ ആവുന്നില്ല ഫോട്ടോയിൽ. ഞാൻ പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക മഴ വരുന്നൊരു ക്ലൈമറ്റാണ് കേട്ടോ. മഴയാണോ ചോദിച്ചാൽ മഴയില്ല, പക്ഷെ
അങ്ങനെ ഒരു ക്ലൈമറ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഒരു ലൈറ്റിനും അത്ര ഒരു ബ്രൈറ്റ്നസ് തരാനായിട്ട് സാധിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ വീഡിയോ കുറച്ച് ഡള്ളായിട്ടുള്ളത്. നമ്മൾ കളർ കറക്റ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് യൂസ് ചെയ്ത അതേ സ്വിസ് ബ്യൂട്ടിൻ്റെ കൺസീലർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഒരു ഷെയ്ഡ് കൂടുതലായിട്ടുള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അണ്ടർ ഐസിലും അതുപോലെ എവിടെയൊക്കെയാണ് നമ്മൾ കളർ കറക്റ്റ് ചെയ്തത് അവിടെ ഒന്ന് ജസ്റ്റ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്രത്തോളം ബ്ലെൻഡ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ മേക്കപ്പിൻ്റെ ഫിനിഷിങ് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാൻ എപ്പോഴും ഫൗണ്ടേഷൻ ആയിക്കോട്ടെ കൺസീലർ ആയിക്കോട്ടെ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം മേക്കപ്പ് ബ്ലെൻഡറും കൂടെ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാറുണ്ട്. അപ്പോഴേ എനിക്കൊരു സാറ്റിസ്ഫിക്കേഷൻ ഉള്ളൂ. ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും എക്സസ് ആയിട്ട് പ്രൊഡക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ബ്ലെൻഡർ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് അത് എടുക്കും കേട്ടോ. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മേബലിൻ്റെ സൂപ്പർ സ്റ്റേ എന്ന് പറയുന്ന ഫൗണ്ടേഷനാണ്. നല്ല ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം ഷൂട്ടല്ലേ, നമ്മളൊരു ഹൈ എൻഡ് പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട. ഷൂട്ടെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫോൺ ക്യാമറയിൽ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം മേബലിൻ സൂപ്പർ സ്റ്റേൻ്റെ ഒരു ഹൈ കവറേജ് ഫൗണ്ടേഷനാണ്. അടിപൊളി ഫൗണ്ടേഷനാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്ര ഹൈ കവറേജ് ഫൗണ്ടേഷൻ കിട്ടുക എന്നുള്ളത് ഇറ്റ്സ് അമേസിങ്, അടിപൊളിയാണ് കേട്ടോ. അപ്പം അത് ഞാൻ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ എപ്പോഴും പാർട്ടായിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. അതായത് കുറച്ച് ഇട്ട് ബ്ലെൻഡ് ചെയ്തു, അതിനുശേഷം അടുത്ത പോർഷൻ ഇടും. അങ്ങനെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ബ്ലെൻഡ് ചെയ്യാറുള്ളത്. എങ്ങാനും പാച്ചി ആയാലോ എന്നതുകൊണ്ടാണ്. പിന്നെ ഇത് PACൻ്റെ അൾട്രാ സ്റ്റുഡിയോ HD ഫൗണ്ടേഷൻ പാലറ്റ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇതൊരു ബിഗിനേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർക്ക് ഓരോ കോമ്പാക്ട് പൗഡറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇങ്ങനെ ഒരു പാലറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും. PACൻ്റെ എല്ലാ പ്രൊഡക്റ്റും അടിപൊളിയാണ്. ഈ ഒരു പ്രൊഡക്റ്റും ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോമ്പാക്റ്റ് ആണ് കേട്ടോ. ഇതിൽ കുറേ ഷെയ്ഡ്സ് വരുന്നതുകൊണ്ട് തന്നെ ഓരോ ഷെയ്ഡ്സ് ആയിട്ട് മിക്സ് മാച്ച് ചെയ്യുക, അതുപോലെ ഓരോന്നായിട്ട് സിംഗിൾ ആയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. ഒരു പാലറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഓൾ സോർട്ടാണ്. അതിനുശേഷം ഞാൻ റെവല്യൂഷൻ്റെ ഒരു ബ്ലഷാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ റെവല്യൂഷൻ്റെ ബ്ലഷിൻ്റെ ഷെയ്ഡ് അതിന്ന് പോയിട്ടുണ്ട്. എൻ്റെ ഉപയോഗം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം എന്നും ബ്ലഷ് ഇടുന്ന സമയത്ത് കുറച്ചിട്ടതിന് ശേഷം പിന്നെ മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. അല്ലാതെ കുറേ അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമുക്കത് കുറയ്ക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ഇടുക, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ആയിട്ട് മെല്ലെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. ഈ റെവല്യൂഷൻ്റെ ഈ ഒരു ബ്ലഷ് എന്ന് പറയുന്നത് നല്ലൊരു ഗ്ലോ കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് മൂസ് ടൈപ്പ് ഓഫ് ഒരു ബ്ലഷാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഒരു പാർട്ട് എന്ന് പറയുന്നത് ഹൈലൈറ്ററാണ്. ഹൈലൈറ്ററിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് റെവല്യൂഷൻ്റെ ഹൈലൈറ്റർ പാലറ്റാണ്. ഇതിൽ 4 ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഗോൾഡൻ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിയുമ്പോൾ ഒരു ഗ്ലോ ഉണ്ടാവും. ഭയങ്കര സാറ്റിസ്ഫിക്കേഷൻ ഉള്ള ഒരു കൈൻഡ് ഓഫ് തിങ് ആണ് കേട്ടോ എനിക്കത്. അപ്പം ഞാൻ എപ്പോഴും ചിൻ ഏരിയയിലും നോസിൻ്റെ ബ്രിഡ്ജസിലും ഐബ്രോസിൻ്റെ എൻഡിലും അതുപോലെ തന്നെ ചിന്ന് അപ്പർ ലിപ്സിൻ്റെ പോർഷൻ എന്താ പറയുക ഫോർഹെഡിൽ ഹൈലൈറ്റിംഗ് പാർട്സ് ഇവിടെ എല്ലാം ഞാൻ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാറുണ്ട്. ഒരു ഗ്ലാസ് സ്കിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പാർട്ട് എന്ന് പറയുന്നത് ഹൈലൈറ്റിങ്ങും അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ്ങും, അത് സ്കിൻ കെയറും ഹൈലൈറ്റിങ്ങും ആണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് സ്കിന്നിൻ്റെ ഏറ്റവും വലിയ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു സ്കിന്നിൻ്റെ ഫിനിഷിങ് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു അടിപൊളി ഫിനിഷിംഗ് ആയിട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ എൻഡ് വരുന്നത്. ഞാൻ എൻഡിലെ എല്ലാ വീഡിയോസും കൊടുക്കാം. അതിനുശേഷം നമ്മൾ അണ്ടർ ഐസ് ആണ് കേട്ടോ ചെയ്യുന്നത്. അണ്ടർ ഐസിന് നമ്മൾ മേലെ എന്ത് കളറാണോ യൂസ് ചെയ്തിട്ടുള്ളത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഷെയ്ഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. വല്ലാതെ ഓവറാക്കി ചളവാക്കുന്നില്ല ഞാൻ. പിന്നെ നമ്മൾ ലിപ് ലൈനർ കൊടുക്കുന്നുണ്ട്. ലിപ് ലൈനറിന് സ്വിസ് ബ്യൂട്ടിൻ്റെ ഒരു ബോൾഡ് ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു മെറൂണിഷ് ഷെയ്ഡാണ്. ഷെയ്ഡ് നമ്പർ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷേ ഒരു മെറൂൺ എന്തോ ഒരു മെറൂണാണ് ആ ഷെയ്ഡിൻ്റെ പേര്. അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നതിൽ ഇതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ലിപ്പ് ലൈൻ ചെയ്തത് ഒരിക്കലും കറക്റ്റല്ല. കാരണം ആ റൂമിൽ തീരെ വെളിച്ചം ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു റിംഗ് ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഫിനിഷിംഗ് ലുക്ക്. ഇതിന് നമ്മൾ ഫിക്സിങ് സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗുച്ചിൻ്റെ ഒരു ജെല്ലിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഈ വീഡിയോയിൽ കാണുന്നില്ല കാരണം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ഇരുട്ടത്ത് നിന്നാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. सरसों सा कारवां अम्बुआ फूल
येसु फूले अम्बुआ फूटे येसु फूले गो